ഒരാൾ എണീറ്റിരിക്കുന്നത്. രാജേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എണീക്കണ്ട, എനിക്ക് ഷഡിയില്ല. നമ്മള് യാശുവിനെ കൂട്ടിലാക്കി ഗൈസ്. കൊതുക് വല, ഭയങ്കര കൊതുകിന്റെ ശല്യല്ലേ യാശേട്ടാ? അയ്യോ, ഒരു ദിവസം യാശുവിന്റെ മുഖല്ലേ കൊതുക് കടിച്ചിട്ട് മൊത്തം മറ്റേത് അലർജി പോലെ ഉണ്ടായിന്. എന്താ സൈഡിലെല്ലാം മതിലെല്ലാം കെട്ടി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഈ കള്ളനില്ലേ, ഈ കള്ളക്കുഞ്ഞില്ലേ, ഇപ്പൊ എണീച്ചിട്ട് ഇങ്ങനെ പുറത്തേക്കെല്ലാം പോകുന്നു. ഇപ്പൊ മഴക്കാലായോണ്ട് എല്ലായിടത്തും ഭയങ്കര കൊതുശല്യായിരിക്കും. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാന്ന്. അതന്നെ കൊറേ അസുഖം എല്ലാം വരുന്നുണ്ടല്ലേ യാശുട്ടാ? യാശു 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 ഹായ് പറ. ഹായ് പറയടാ യാശുട്ടാ. പൊന്നെ ദാ നിന്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ദാ പോക്കിരി. അതെന്താക്കിയടാ? അതെന്താ അങ്ങനത്തെ? എണീക്കാം. ഇവ നേരത്തെ എണീക്കും. എന്നിട്ടാകുമ്പോ രാജേട്ടൻ വിളിക്കൂല്ലേ ചേട്ടാ ചിന്നു അമ്മ. ആദ്യം എണീറ്റാകുമ്പം പിന്നെ ഇവള് ഫീഡ് ചെയ്തിട്ട് പിന്നെ ഉറക്കും. അപ്പം ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഇവിടെ ചുറ്റും ഇത് വെച്ചാലും ചിന്നു പേടിയില്ല. അപ്പൊ എന്നെ ഇവിടെ ഉറക്കും, മനസ്സിലായോ? അപ്പൊ ഞാൻ ഉറങ്ങും. ഞാൻ ഉറങ്ങും കുറച്ചു നേരം. എന്നിട്ട് കുഞ്ഞ് രണ്ടാമത് എണീക്കുമ്പോഴായിരിക്കും ഉറക്ക് ശരിയാവാൻ വേണ്ടി ഞാനിവിടെ സൈഡിൽ ഉറക്കും. കാരണം ഇവൻ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗണ്ട് ആക്കാണ്ട് അതിന് മുമ്പും ഞാൻ നേരത്തെ എണീക്കും. അയ്യോ വീട്ടില് പണിയെല്ലാം യാശുവിന്റെ എക്സ്പ്രഷൻ കണ്ടാ എന്ത് തള്ളാന്ന് രാവിലെ തന്നെ പപ്പ. ഇങ്ങനെ തള്ളാമോ പപ്പ? അല്ല യാശു നീ മൂത്രയിച്ചടാ? ഇല്ല, ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് മൂത്രയിച്ചെന്ന് വിചാരിച്ചു. എണീക്കട്ടല്ലേ? നമ്മ എണീക്കാം. യാശു യാശു ഇങ്ങനെ സംസാരിക്കാനല്ല, നമ്മിങ്ങനെ സംസാരിച്ചിട്ടാകുമ്പോ ഇങ്ങനെ സൗണ്ട് ആക്കിട്ട് റെസ്പോണ്ട് ചെയ്യല്ലോ ഇപ്പൊ. യാശു പറ, എന്തെങ്കിലും പറ പൊന്നെ. പറയടാ പൊന്നെ. യാശുട്ടാ പറയടാ പൊന്നെ. നമുക്ക് എണീക്കാല്ലേടാ? മതിയല്ലേ? മതിയമ്മ, നമ്മ എണീക്കുന്നുണ്ടോ? നമുക്കിനി പല്ല് തേക്കണം എന്ന് പറയാന് പല്ല് മുളക്കുന്ന അത്ര അല്ലേ യാശു? പൊന്ന് പപ്പന്റെ പൊന്നോടാ. ഓക്കെ ബൈ. ഞാൻ കുളിക്കാനല്ല, ഇവരെന്താ പറയാ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നേ, ഈ ഫ്ലാഷ് കണ്ടിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ യാശു മുന്നോട്ട് കളിക്കാണ്. പ്ലീസ് യശോ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. ചിന്നും അമ്മ ബിസി ഓൺ അടുക്കള. കൊറേ ഒട്ടകള്. മതി 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 മതി, ഓവറാക്കി ചളാക്കണ്ട. അതെയോ ഗൂയിസ്. അപ്പൊ ഞാൻ എണീക്കുന്നത് കുറച്ച് ലേറ്റായി, കാരണം രണ്ടാമത് ചൂടുകൊണ്ട് ദോശ ചുടേണ്ടി വരുന്നു. കഴിച്ചാ അല്ല പ്ലേ കഴിച്ചിട്ടുണ്ടാവും. ഹസ്ബൻഡിനെ ഇങ്ങനെ ഹസ്ബൻഡ് കഴിക്കുമ്പോ വെയിറ്റ് ചെയ്യുന്ന ഭാര്യ, ഹസ്ബൻഡ് കഴിച്ചതിന്റെ ബാക്കി വെയിറ്റ് ചെയ്യുന്ന മുമ്പ് അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചെന്നെ കഴിക്കും. പിന്നെ ടൈമിനൊക്കെ തെറ്റി. ഡെലിവറി അല്ല, ഇവള് പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് അല്ലേ? ഇവൾ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് നമ്മളൊന്നിച്ച് ഫുഡ് കഴിക്കുന്നത്. ഇതെല്ലാം മാറി, കാരണം ടൈമിംഗ് എല്ലാം പിന്നെ അങ്ങോട്ട് നമ്മൾ കറക്റ്റ് ആവണ്ടേ. അതിന് ശേഷമാണ് ഞങ്ങൾ ടൈമിങ്സ് ഒക്കെ മാറി ഫുഡ് കഴിക്കുന്നത്. അതിന് മുന്നേക്കെ എന്ന് പറഞ്ഞാൽ അത്രയും വർഷവും ഞങ്ങൾ ഒന്നിച്ച് തന്നെ കഴിക്കുന്നു. എവിടെയെങ്കിലും ഇൻ കേസ് ഞാൻ പോയാൽ മാത്രമല്ല, അല്ല വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഒന്നിച്ച് തന്നെ കഴിക്കാറുള്ളൂ.
ഇതങ്ങനെയായിരുന്നു. അതൊക്കെ ഒരു കാലം. അതൊക്കെ ഓർക്കാൻ ആഗ്രഹിക്കാതിരിക്കാണ്. അതൊക്കെ ഒരു കാലം. നീ ഒന്നും പണയണ്ട. നമ്മുടെ യാഷിമോൻ ഇതാ അച്ഛമ്മന്റെ ഒപ്പരം എന്താ ഇവിടെ കളിക്കുന്നുണ്ട്. അച്ഛമ്മന്റെ ഒപ്പരം കളിക്കുന്നുണ്ട്. അമ്മേന്റെ ഒപ്പരം കളിക്കുന്നുണ്ട്. യാഷ് ഡ്രിവാ യാഷ് ഡ്രിവാ ഡ്രിവാ യാഷ് ഡ്രിവാ 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 എന്താ വേറെ കൊള്ളാം. യാഷ് ചുമ്മി ടാറ്റ. അപ്പൊ ടാറ്റ ടാറ്റ. അപ്പൊ ടാറ്റ. ടാറ്റ. വരുന്ന യാഷ് വരുന്ന യാഷ് വരുന്നാണ് എന്റത്. അയ്യോ ഒക്കെ അങ്ങനെ പപ്പ യാഷ് നടക്കാൻ പോവല്ലോ. നടക്കാൻ പോനാടാ നീ നടക്കാൻ പോന്നാടാ. ആ വണ്ടി കണ്ടാ പിന്നെ വണ്ടി കണ്ട യാഷ് തിരിഞ്ഞു മറിഞ്ഞല്ലോ നോക്കും. അതെയാണോ നീ? അപ്പൊ ഇനി നമ്മൾ യാഷ് മോനത് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അത്? എന്ത് ഫുഡാണ് മമ്മി? ബനാന പൗഡർ ബേബി വിറ്റ. രാവിലെ ഇതായിരിക്കും. പിന്നെ ഉച്ചക്ക് ചോറ് റാഗി മുത്താറി അല്ലേ? ചോറ് ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കുറച്ച് ദിവസമായിട്ട്. ആർക്കെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. യാഷു അപ്പൊ എന്റെ യാഷുമോൻ ഓടിച്ചടാ. യാഷ് ഇവിടെ നക്കുന്നുണ്ട് കാര്യായിട്ട്. എനിക്ക് അമ്മ ഫുഡാക്കി തരുന്നതാ. അമ്മ ഫുഡാക്കി തരുന്നതാ. മൈക്കിടേണ്ടി വരുന്നല്ലേ? കേക്കാണോ പറയുന്നേ? ഓ കേക്കാത്ത. അയ്യോ ചോമോന. അയ്യോ 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 ഇല്ലടാ. നേടാ ഓടുന്നേ മറിഞ്ഞെണ്ണ കുറച്ച് അത് അവനെ കൊണ്ടാക്കണ്ട. യശോ എണ്ണെല്ലാം തേച്ചിട്ട് കുളിക്കണ്ടേ? എന്താടാ കുഞ്ഞേ എന്താടാ? യാശു ഇപ്പൊ തിന്നണെങ്കിൽ എന്തെല്ലാം കാണിച്ചു കൊടുക്കണം നോക്കുക. ഇപ്പൊ ഇതെല്ലാം യാശ് നോക്കുന്നത്. ഇപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിന്നാ നോക്കോനെ കളി. നോക്കണ്ട 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 നോക്കണ്ടടാ നീ നോക്കണ്ടടാ. കളിക്ക് നോക്കാൻ കള്ളക്കുഞ്ഞാണോടാ നീ? അയാളുടെ എത്തുന്നോ? മാംഗോ. അതെന്താടാ മുഖം അങ്ങനെ? രാശിമോൻ കുളിച്ചിട്ട് വന്നു ഗായ്സ്. നോക്കടാ യാഷ് കുളിച്ചിട്ട് വന്നു. യാഷ് കുളിച്ചിട്ട് വന്നു. യാഷ് കുളിച്ചിട്ട് വന്നു. ശരിയൊന്നുമില്ല. ശരിയൊന്നുമില്ലടാ എനിക്ക്. ഇതാരോഗ്യം മുടി പിടിച്ച് വലിക്കുന്നു യാശു. എന്നെ ഉപദ്രവിക്കുന്നു യാശു. പപ്പ നോക്കുക പറഞ്ഞോടുക്കുക. യാശു പപ്പനെ ഉപദ്രവിക്കുന്നു. എനിക്ക് ഉറക്കുവായിരുന്നു. ഇനിയിപ്പോ കുളിയെല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഒരു ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് അല്ലേടാ ആയിടാ ആയിടാ. അപ്പൊ ഞങ്ങളിനി ഉറങ്ങിയിട്ടെല്ലാം വരാലോടാ. ഉറങ്ങി. ഇനി
ഇനി അവൻ ഉറക്കം എണീറ്റിട്ട് വേണം നമുക്ക് ബാക്കിയെടുക്കാൻ. ഇതെന്ത് 10 മിനിറ്റ് പോലും ആയിട്ടില്ല. എന്താ ഇത്ര നേരത്തെ എണിച്ചേ? എന്താ ഇത്ര നേരത്തെ എണിച്ചേ? എന്താ ഇത്ര നേരത്തെ എണിച്ചേ? നോക്കിയാ നോക്കി പൂച്ചക്കുഞ്ഞിനെ പോലെ. എന്തിടാ എന്റെ ഇത്ര നേരത്തെ എണിച്ചേ? കള്ളക്കുഞ്ഞ് തന്നെ, കള്ളക്കുഞ്ഞ് തന്നെ. എന്നിട്ടാ നേരത്തെ എണിച്ചേ? നേരത്തെ എണിച്ച് എന്തിന് തിക്കുന്നു? യാഷിന്റെ മമ്മി ബിസി വിത്ത് വാട്ട്? ബിസി വിത്ത് തേങ്ങ ചിരവൽ. പാവം പാത്രം കഴുകുന്ന അച്ഛനെ കട്ടല്ല, പാത്രം കഴുകാൻ ഹെൽപ്പ് ചെയ്യും. ഞാനൊരു പണിയെടുക്കില്ല നമുക്ക്. തേങ്ങ ചിരവ, പാല് സെറ്റാക്കുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നു അല്ലേടാ. ഞാൻ എൻ്റെ കുഞ്ഞു പോലെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുന്നു. കയ്യടിയുടെ വായിന്ന് കാണാം. ഇവന് കുരുത്തൊക്കെ ഉണ്ട് ഇപ്പൊ. ഇവന്റെ മുടി എന്തായത്? ഇതായിരുന്നു നോക്കി യാഷിനെ കാണാൻ വന്നിട്ട്. അപ്പം മുടി ശരി. മാന്തിയ. വണ്ടി പോയി, അതിലെ വണ്ടി പോയി. എന്താ പൊന്നെ വല്യടാ, നീ എന്തെങ്കിലും ആക്കുന്ന പപ്പനാ? യാഷിനെ താഴാക്കുന്നേ. യാഷ് പോയി എടുക്കാൻ പോകുന്നത് അതാ പച്ച, അതായിരിക്കും അപ്പുറത്തെ ലാസ്റ്റില്ലേ. അതാ എടുത്തു. ഞാൻ അതേ എടുക്കും. ഇത്ര സാധനം വെച്ചാലും ഞാൻ ആ സാധനം എടുക്കും. ലൈറ്റ് കത്തുന്നില്ലേ? ലൈറ്റ് കത്തിക്കാമാ യാഷു? ലൈറ്റ് കത്തിക്ക്. ലൈറ്റ് ഇതാ, ലൈറ്റ് അതാ, ലൈറ്റ് ലൈറ്റ് നേരെ നോക്കുന്നത് അജ്ജനെ നോക്കുന്നത്. അജ്ജന വായിൽ വെച്ചോണ്ട് പോകുന്നു. പൂച്ച മറ്റേ പൂച്ച മീൻ എടുത്തോണ്ട് പോകുന്ന പോലെ പോകുന്നുണ്ട് യാഷു. യാഷു നിൽക്കണ അവിടെ. ചായം മാനതോ കാലം നീതജാലമോ മായാജാലമോ തേന് പോയ തിങ്കൾ. അങ്ങനെ രണ്ടാമത്തെ ഉറക്കം കഴിഞ്ഞിരിക്കുന്നു യാശുട്ടന്. അല്ലട പൊന്നെ, അങ്ങട പൊന്നെ, ഉറക്കം കഴിഞ്ഞട പൊന്നെ. കള്ള വർക്ക് കഴിഞ്ഞല്ലോ. അവൻ്റെ മുടി നനക്കണം, നെറ്റിലത് കണല് പോന്ന്. എന്റെ പൊന്നെ, എന്റെ പൊന്നെ. മൂത്രശാദ്യ പാവനെ കരിക്കണ്ട. ഇല്ലടാ അമ്മ ചീത്ത പറഞ്ഞടാ. മുടി നേരാക്കണേ. നമുക്ക് പിറന്നാള് കഴിഞ്ഞിട്ട് മുറിക്കാ, പിറന്നാള് കഴിഞ്ഞിട്ട് മൊട്ടയടിക്കാ, അപ്പം മുറിക്കാ. ഇപ്പം ഇരിക്കട്ടെ മുടിയിട്ടാ. രാവിലെ മുതലേ നല്ല മഴയായിരുന്നു ഗൈസ്. പക്ഷെ ഇതാ ഇപ്പം എന്താ പറയണ്ടേ, മഴയെല്ലാം പോയി വെയിൽ വന്നു. അപ്പോൾ ചിന്നുതാ നേരത്തെ എടുത്ത് വെച്ച ഡ്രസ്സെല്ലാം വീണ്ടും തിരികെ ആറിയിടുകയാണ്. ആറിയിടൂ പിന്നെന്ത് പറയല്? നമ്മുടെ ആറിയിടൽ എന്ന് പറയല്. ഡ്രസ്സ് ആറിയിടുക. പിന്നെ ചിലർ വിരിക്കുക. എന്നാ നീ ഇരുന്ന് വിരിക്കുക. അല്ല സോറി, ഡ്രസ്സ് എന്താ യാഷിന്റെ കൊറേ ഷെഡ് യാഷോ. യാഷിന്റെ കളർ ഷെഡുകൾ. അല്ല ചോപ്പ് മാത്രം അധികം കാണുന്നത്. യാഷിനെ അവശിപ്പിക്കുന്നോ? യാഷിനുള്ള ചോറ് റെഡി. നമ്മ മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ.
അതാ യാശുക്കാരിന്ന് യാശു പൈക്കുന്നു ഇതാ അമ്മ ഉണ്ടാക്കിട്ടേ യാശുവിന് വിശക്കുന്നു പൈക്കിഞ്ചോ ആയിടാ പിന്നെ കഴിഞ്ഞു ഉപ്പുണ്ടോ നോക്കിയേ വിശക്കുന്നപ്പോ എന്തോ അവന്. ഗൈസ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതൊന്നും ബ്ലോഗിൽ എടുത്തിട്ടില്ല. ചെറുക്കനാണെങ്കിൽ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് അതെ ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ. അപ്പം ഇപ്പൊ നമ്മളെവിടെ പോന്നേ? ചിരിന് അംഗൻവാടി ചേർക്കാൻ പോവാണ് ഗൈസ്. അവിടെ ഇപ്പം യാഷുമോന് മറ്റേ എന്താ അമൃതം പൊടി അത് ഉണ്ട്. അപ്പൊ അത് പോയി വാങ്ങിക്കണം. 3 സമയം അപ്പം 3 മണി ആയി ഇപ്പൊ ഓൾറെഡി. ഇനിയിപ്പം വേഗം പോയി നോക്കാം. നീ മേക്കപ്പ് എല്ലാം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്കെ എന്നാ പെട്ടെന്ന് നമ്മള് പോയിട്ട് ആ സാധനം കൂടി മേടിച്ചിട്ട് വരാം. അടുത്താക്കി വേണം. നമ്മൾ അംഗൻവാടി പോവാന്ന്. യാഷു അതാ ചേച്ചി പോന്ന് ഉണ്ടാവോ? ആഴ്ചയാടല്ലേ ആശാ വർക്കർ. അപ്പൊ അംഗൻവാടി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. 3:30 ആവാനായല്ലേ ഗൈസ്. അപ്പൊ നമ്മള് അംഗൻവാടിയിലെത്തി. ഷിന്നു മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അമ്മയും മോനും കൂടി പോയിട്ട് കുറച്ച് സമയമായി. രണ്ടെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. വന്നു തോന്നി ഗൈസ്. രണ്ടാളും വരുന്നുണ്ട്. തുറക്ക്. ഇതാ കിട്ടി ഗൈസ്. എന്താ അതെ നേരത്തെ വന്നോണ്ട് നമുക്ക് ഇന്നും വന്നിട്ടേ കിട്ടിട്ടില്ലായിരുന്നു. അതെ ബാക്കിൽ ശരിക്കും ഇവക്കുന്ന കുഞ്ഞിക്ക് പറഞ്ഞാ വാങ്ങിക്കല്. ഇത് തിന്നതല്ല കുഞ്ഞിന്റെ അമ്മയാണ്. അല്ലടാ കുഞ്ഞെ. ഈ അമൃതം പൊടിയിലേ എന്തെല്ലോ ഐറ്റംസ് അല്ല ശരിക്കും അമൃതം പൊടി വേറെ കിട്ടല്ലോ അംഗൻവാടി അല്ലാണ്ട് അല്ലേ? അതുകൊണ്ട് കുഞ്ഞിക്ക് എടാ നിനക്കിത് പറഞ്ഞല്ല തിന്ന് നിന്റെ അമ്മയാടാ. എനിക്കറിയില്ല അംഗൻവാടി മാത്രം തോന്നുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്, ഹെൽത്തി ആണ്. അതെ കുട്ടിക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിട്ടല്ലേ കൊടുക്കണേ. അപ്പൊ നമ്മളെ വെയിറ്റും കൂടുക നോക്കണല്ലോ. ഈ ആ വിരിച്ചിരിക്കുന്ന തുണിയെല്ലാം എവിടെയും കണ്ടിനാ ചേട്ടാ? പരിചയമുണ്ടാ മുണ്ടുകള്? വീട്ടിൽ ഉണങ്ങാത്തോണ്ട് അമ്മ ഇടകൊണ്ട് തിരിച്ചിന്. ഗൈസ് യാഷുമോൻ ചിന്നുടെ കണ്ണടിച്ച് പൊട്ടിച്ചു. കണ്ട ചിന്നു നമ്മൾ അമൃതം പൊടിയെല്ലാം മേടിച്ചിട്ട് വന്നു ഗൈസ്. ഇവരെന്താക്കിന്നല്ലേ രാത്രി? ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ യാഷു ഒരു മണിക്കൂർ ഗ്യാപ്പില്ലേ? ഇന്നലെ ഇവള് ദേഷ്യപ്പെടുന്നു. പക്ഷെ ഞാൻ 2 മണിയാകുമ്പത്തേന് ഞാൻ എണീച്ചിട്ട് പിന്നെ കാലെല്ലാം കിടത്തിട്ട് ഇങ്ങനെ കൊറേ നേരം ആട്ടി. കാലിൽ കെടുത്തിട്ട് ആട്ടുന്ന സമയത്ത് ഉറങ്ങും. ബെഡിൽ കിടക്കുമ്പോ പിന്നെയും കരയും. ഇവള് ചിന്നു എന്താ മോനെ ഉറങ്ങുന്നില്ലേ മോനെ? ഇന്നലെ അമ്മ അങ്ങനെ എവിടെ പറഞ്ഞേ? എന്താ മോനെ ഉറങ്ങുന്നില്ലേ മോനെ? എന്ത് മോനെ? അറിയാണ്ട് ദേഷ്യം പിന്നെ സങ്കടം തോന്നും. ഉറങ്ങി കഴിയുമ്പോ സങ്കടം തോന്നും. കൊറേ ഉണ്ടടാ. കുരുത്തക്കേടിന്റെ കീടാണേ. അതുകൊണ്ട് കയ്യിൽ നിന്ന് എടുത്തോ. ഇപ്പൊ നോക്കിക്കോ. ഇനിയിപ്പോ അടുത്ത് അത് ഇനിയിപ്പോ ഇത് ഏടെ ഉണ്ടോ അവിടെ പോയിട്ട് ആദ്യം മുറിക്കാൻ താട അവിടെ ചെറിയ കഷ്ണം ഉണ്ട്. നോക്കി എന്തല്ലേ ഇവനെന്താക്കും? താട അത് സാമർത്ഥ്യം നോക്കും. എന്റെ അതിന്റെ അടിയിൽ ആ ഡ്രസ്സിന്റെ അടിയിൽ വെച്ച് പേപ്പർ അത് കീറിക്കൊടുക്കുന്ന താട എന്നോടാ കളി. ടാറ്റാക്കുന്നതാ അമ്മ ടാറ്റാക്കുന്നതാ. അങ്ങോട്ട് പോ, ഓടിപ്പോ.
യാശു എന്ത് നോക്കുന്നേ നോക്കുന്നേ മെല്ലെ 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 മെല്ലെ. പിടി പിടി പിടി. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബാക്കിൽ നമ്മൾ 2 കുട്ടീസ് ഉണ്ട്. ഒരാളെ കാണുന്നില്ല, ഒരാളെ കാണുന്നുണ്ട്. തല കുറച്ച് ഇങ്ങോട്ട് കാണിക്കും കാണിക്കിട്ടു. ഇതല്ല ഇറങ്ങണ്ട രണ്ടാളും. മീനടാ ഇറങ്ങിക്കോ. വെറുതെ അങ്ങോട്ട് പോയിട്ട് വന്നേ. തുറന്നണ യാശു ഇല്ലെങ്കില് നല്ല ഉറക്കമൊക്കെ ഉണ്ടാവും. ഇന്ന് പക്ഷെ ഉറങ്ങിയിട്ട് അങ്ങനെ തോന്നുന്നല്ലേ, കൊറച്ചു നേരെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ പേഴ്സ് എടുത്തിനാ? ഇല്ല, 5 മണിക്കാണ്ടതിനാ അരിപ്പോടയാ പേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇതാക്കാം, ഗൂഗിൾ പേ. നീ ഇറങ്ങി മേടിക്കണം. പക്ഷെ നോക്കിയിരുന്നു. അപ്പൊ എന്നാ ഇറങ്ങി ആശു ഇറക്കിയിരുന്നുണ്ടല്ലേ. ഇപ്പൊ ഉറങ്ങിയെങ്കില് ശരിയാവോ? ഫുഡ് കഴിക്കണ്ടേ? എന്നിട്ട് മയില് ചിന്നു അതിനുള്ളില്. Hi, what can I do for you? അയ്യോ, നിന്നെ ആരും വിളിച്ചത്? കണ്ടാ ഇല്ലേ? അതോ മയില് എനിക്ക് കണ്ടു. ഇതങ്ങടോക്ക് കുഞ്ഞു മരത്തിന്റെ മുകളിലാ? ഇല്ലല്ല, ഇതാ ഇതിങ്ങടാ. അതന്നെ അതിന്റെ മേലെ. ആ കണ്ട? ആൺമയിലാ? അറിയില്ല, ആൺമയിലാണോ പെൺമയിലാണോ അറിയില്ല. ആ പെണ്ണ് ഭംഗിയില്ല, പെണ്ണ്. ആണിന് മറ്റേ ഇതുണ്ടോ? ഫസ്റ്റ് കാണുമ്പോ പെണ്ണുങ്ങളെ ഫസ്റ്റ് കുത്തി നമ്മൾ പെണ്ണുങ്ങളെ കാണുമ്പോ വാവ് നോക്കില്ലേ. പിന്നെ ശരിക്കും അവരെ സ്വഭാവം അറിയുമ്പോ അല്ലേ ഞാൻ പറഞ്ഞത് എന്ത് കൂതറ സ്വഭാവം. അതുപോലെ ആ മയില് ഫസ്റ്റ് വാവ്. ഈ പ്രോപ്പർട്ടി നമുക്ക് ഇഷ്ടല്ലേ? ഈ പ്രോപ്പർട്ടി അത് എന്റെ മോനല്ലേ. അത് കിട്ടിയതെങ്ങനെ? അത് കിട്ടിയാ ഞാൻ വിശദിക്കാൻ സാധിക്കും. മയിലിനെ കണ്ടു രസമുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോ. ഇതിൽ നോക്കിയേ ഗൈസ്, ദേ മയില്. നോക്കിയേ. ഹായ് മയിലേ. ഹലോ ഗൈസ്, നമ്മള് യാശിക്കുട്ടൻ ഉറങ്ങി, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അങ്ങനെയല്ലോ ഉറക്കി, ഫീഡ് ചെയ്തിട്ട് ഉറക്കി. എന്താ പറയാ, ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. ഒന്നുമില്ല, വെറുതെ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയതാ. ഒരു രസമല്ലേ. യാശുവിന്റെ ഇപ്പം സ്ഥിരം പരിപാടി ആയത് എവിടെയെങ്കിലും കുറച്ച് ഒരു ദൂരം ലോങ് കൊണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം നല്ല തുള്ളിച്ചാടി ചിരിച്ചോണ്ടല്ലേ ഇരിക്കുക. നമുക്ക് ഇപ്പൊ ഇവ വന്നതിന് ശേഷം പുറത്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വണ്ടി ഇല്ലാത്തോണ്ട്. ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഒരു പ്രത്യേക, കാരണം ഒന്നാമത് ഇവന്റെ കേസാണ്. ഇവന് പ്രശ്നം കരഞ്ഞ അപ്പം സീനല്ലേ. വണ്ടിയിൽ മറ്റേ സ്കൂട്ടറിലൊക്കെ പോയി നമുക്ക് എവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതാകുമ്പോ എവിടെയെങ്കിലും നിർത്തിയിട്ടെങ്കിലും നമുക്ക് ഫീഡ് ചെയ്യാമല്ലോ അറ്റ്ലീസ്റ്റ്. മുമ്പ് അത്ര വലിയ കുഴപ്പമുണ്ടായിട്ടാ. ഇപ്പൊ ഇനി അങ്ങോട്ട് പോകുന്ന പോലെ കുരുത്തക്കേട് കൂടിക്കൊണ്ട് വരുന്നുണ്ട്, വാശി കൂടുന്നുണ്ട്. നമ്മൾ എടുക്കും മറ്റേ അങ്ങോട്ട് ആ ബീച്ചിന്റെ അവിടെ പോയില്ലേ, അന്നേരം ഓൻ ഇതേപോലെ അല്ലേ കരഞ്ഞെന്റെ അമ്മോ. ഞങ്ങൾ ഒരു ദിവസം പുറത്തു പോയി എല്ലാരും കൂടെ. അയ്യോ, ഫുഡ് പോലും നേരെ കഴിക്കാൻ പറ്റിയില്ല, ഫുഡെല്ലാം വാങ്ങിച്ചിട്ട്. ചിന്നുവിന് പരിപ്പട തിന്നാനൊരു പൂതി. അത് കാരണം ജസ്റ്റ് ഇവിടുത്തെ പരിപ്പട നല്ലുണ്ട്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് പരിപ്പട വാങ്ങിച്ചതാ വിചാരിച്ചു. ₹5 ഒരു പരിപ്പടക്ക് 20 മേടിച്ചു. നല്ല പാങ്ങ തിന്ന. കാസർഗോഡ് ബസ് സ്റ്റോപ്പിൽ നീച്ച് നോക്കിയാ, കാസർഗോഡ് ബസ് സ്റ്റോപ്പിൽ നോക്കിയാ. അല്ല, ഞാൻ ആ മറ്റേ സിനിമയിലത്തെ ഡയലോഗ് ഓർമ്മ. ഏത് മറ്റേ സുന്ദരൻ? സുന്ദരപുരുഷൻ അല്ല, സുന്ദരപുരുഷനല്ല, പട്ടണത്തിൽ സുന്ദരൻ. ഓക്കെ, എന്തായാലും ഞാൻ സുന്ദരനാണ്.
അപ്പൊ നീ പറഞ്ഞിപ്പോ ഏത് സുന്ദര പുരുഷനായാലും പട്ടണ സുന്ദരനായാലും രണ്ടും കറക്റ്റ്. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന അതോ ബക്കറ്റിലാണ് കുഞ്ഞിനെ കുളിച്ചത്. ഹലോ ഗായ്സ്, അപ്പോൾ ദാ യാഷുട്ടൻ എണീറ്റ് ഫുഡ് കഴിച്ചു, കുളിച്ചു, അമ്മയും കുളിച്ചു, പപ്പ വർക്കൗട്ടിന് പോയി. അപ്പം ഇനെന്ത് പരിപാടി യാഷുട്ടാ? ഇതെന്ത് പരിപാടി? ഇനി നമ്മൾ കുറച്ച് കുരുത്തക്കേടെല്ലാം കളിക്കും. എന്നിട്ട് ഉറക്കം വരുമ്പോൾ ഒരു കള്ള ഉറക്കം ഉറങ്ങും. എന്നിട്ട് വീണ്ടും എണീക്കും. എന്നിട്ട് പപ്പ അമ്മ ഉറങ്ങാനാകുമ്പോൾ ഞാൻ വീണ്ടും എണീക്കും. അല്ലേ യാഷുട്ടാ? എന്നിട്ട് പാല് കുടിക്കും, കിടക്കും, എണീക്കും, കരയും. പാല് കുടിക്കും, കിടക്കും, എണീക്കും, കരയും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വരെ ഇങ്ങനെ പോവും. അല്ലടാ കള്ള അല്ലേ? യാഷിക്കുട്ടാ ഹായ് പറ സേ ഹായ് യാഷു. കുമ്പനാന വരുന്നുണ്ട്. മണിയായി 11 മണിയായി. ഇതാ നിങ്ങളെ വെയിറ്റ് ആക്കി ഉറങ്ങാണ്ട്. എന്റെ കുഞ്ഞു ഇറങ്ങാത്തെ ഇത് ഇവന്റെ സ്ഥിരം പരിപാടി. അവൻ എപ്പോഴും ജിമ്മ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ അവനെ കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ അധികം നേരം പിടിക്കുന്നില്ല, കുറച്ച് റിസ്ക്കാണ് വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ ഗായ്സ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആശുത ഉറക്കം വന്ന് നിൽക്കുന്നതായിരുന്നു, പക്ഷെ അതാ വീണ്ടും എണീറ്റ് കളിക്കുന്നുണ്ട്. വെറുതെ ചിരിക്കുന്നുണ്ടാ? എന്തിനാന്നറിയില്ല, രാത്രി ഇന്നലത്തെ പോലെ കാര്യമായിരിക്കും. വെറുതെ ചിരിക്കുന്നു, വെറുതെ ചിരിക്കുന്നു എന്റെ കാളക്കുഞ്ഞി. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ ഇന്നിതുവരെ ചിരി ഉണ്ടായിട്ടോ എന്റെ മുടിയെല്ലാം നിറയ്ക്ക. ഇന്ന് രാവിലെ എല്ലാം ഭയങ്കര മുതുങ്ങനെ ഉണ്ടായി, ഇന്ന് ഫുള്ള് ചിരി. അപ്പൊ ഗായ്സ്, നമ്മളെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ പറയാം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. പക്ഷെ ഞങ്ങൾ ഇപ്പോഴൊന്നും ഉറങ്ങാൻ പോകുന്നില്ല ഗൈസ്, എന്തായാലും കുറെ ലേറ്റ് ആവും. അപ്പൊ ഓക്കെ, ബൈ ബൈ, ടാറ്റ ബൈ, മതി.